أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الله. ما بعد، اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وهدى ورحمة وسدادا يا رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب زدنا علما نافعا. അൽഹംദുലില്ലാ, അള്ളാഹു തആലയുടെ മഹത്തായ അനുഗ്രഹത്താല് അൽഹംദുലില്ലാ നമുക്ക് അള്ളാഹിന്റെ കലാമിനെ കുറിച്ച് പറയുന്ന, അത് ഏറ്റവും നല്ല രീതിയിൽ പാരായണം ചെയ്യാൻ പറ്റുന്ന, എങ്ങനെ മനസ്സിലാക്കാൻ എന്നുള്ളൊരു മജ്‌ലിസിൽ ഒരുമിച്ച് കൂടാൻ പറ്റി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു തആല അത് ഏറ്റവും നല്ല രീതിയിൽ പറയുന്നതിനേക്കാളും കേൾക്കുന്നതിനേക്കാളും ഏറെ നമ്മുടെ അമലിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓരോ പ്രാവശ്യവും നമ്മൾ ഈ ഒരു മജ്‌ലിസിൽ ഒരുമിച്ച് കൂടുമ്പം അത് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള നിയ്യത്തില് നമ്മൾ ഒരുമിച്ച് കൂടാൻ വേണ്ടി പരിശ്രമിക്കുക. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നാണ്, അഥവാ നിശ്ചയമായും ഓരോ അമലുകളുടെ അടിസ്ഥാനം എന്താണ്? അതിന്റെ നിയ്യത്താണ്. അപ്പൊ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അത് അള്ളാഹിന്റെ തൃപ്തിക്കാണ്, അതല്ലാതെ ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ ഞാൻ തജ്വീദ് പഠിച്ചെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു നിയ്യത്ത് നമുക്ക് ആർക്കും ഉണ്ടാവരുത്. അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാ മഖാരിജുൽ ഹുറൂഫാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അഥവാ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. എന്താണ് തജ്വീദ്, എന്താണ് മഖ്റജ്, എന്താണ് സിഫത്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട മഖ്റജുകളുണ്ട്, പ്രത്യേകമായിട്ടുള്ള മഖ്റജുകളുണ്ട്, അഥവാ മഖ്റജ് ആമും മഖ്റജ് ഖാസും ഉണ്ട്. അതുപോലെ തന്നെ മഖ്റജ് മുഖദ്ദറും മഖ്റജ് മുഹഖഖും ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അതിൽ നമ്മൾ അൽഹംദുലില്ലാ പ്രധാനപ്പെട്ട 5 മഖ്റജുകളെ 5 വീടുകളായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ വീടായിട്ടുള്ള അൽ ജൗഫ് നമ്മൾ കവർ ചെയ്തു. അൽഹംദുലില്ലാ അൽ ജൗഫിൽ നിന്ന് 3 അക്ഷരങ്ങളാണ്, ഒരു റൂം മാത്രമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഥവാ പ്രത്യേക റൂമായിട്ടില്ല, അത് ആ ജൗഫിൽ നിന്ന് പ്രത്യേക സ്ഥലത്ത് നിന്ന് വരുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല, അതൊരു മഖ്റജ് മുഖദ്ദർ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ വീടായി നമ്മൾ കണക്കാക്കിയ അൽ ഹൽഖ് നമ്മൾ മനസ്സിലാക്കി. അവിടുന്ന് 3 റൂമുകളിൽ നിന്നായിട്ട് 6 അക്ഷരങ്ങൾ വരുന്നുണ്ട്, അഥവാ 3 സ്ഥലങ്ങളിൽ നിന്നായിട്ട് 6 അക്ഷരങ്ങൾ വരുന്നുണ്ട്. ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ എന്നിങ്ങനെ 6 അക്ഷരങ്ങൾ അഖ്സൽ ഹൽഖ്, വസതുൽ ഹൽഖ്, അദ്നൽ ഹൽഖ് എന്നുള്ള 3 ഭാഗത്തു നിന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കി ലിസാൻ എന്നുള്ള ഭാഗം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വീട് എന്നുള്ളത് കുറച്ച് വലിയ വീടാണ്. ഇതിൽ നിന്ന് എന്താണ് 18 അക്ഷരങ്ങൾ വരുന്നുണ്ട്, അഥവാ 18 അക്ഷരങ്ങൾ 10 റൂമുകളിൽ നിന്നായിട്ട് വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ ആദ്യത്തെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ഫ്ലോറിലുള്ള അഖ്സൽ ലിസാൻ നമ്മൾ കവർ ചെയ്തു. അവിടുന്ന് ഖാഫും കാഫും ആണ്, രണ്ടും 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ്, അഥവാ 2 വ്യത്യസ്ത റൂമിൽ നിന്നാണ്. അതുപോലെ തന്നെ പിന്നെ വസത്തുൽ ലിസാൻ അഥവാ രണ്ടാമത്തെ ഫ്ലോറായ നാവിന്റെ മിഡിൽ ഭാഗത്തുനിന്ന് 3 അക്ഷരങ്ങളാണ് വരുന്നത്, പക്ഷെ ഒരു റൂം മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞു. പിന്നെ ഹാഫത്തുൽ ലിസാൻ അല്ലെങ്കിൽ ഹാഫത്തൈ ലിസാൻ, നാവിന്റെ വശങ്ങൾ, നാവിന്റെ സൈഡ്സ്, അവിടുന്ന് 2 ലെറ്റേഴ്സ് ആണ്, ഗാദും ലാമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങൾക്കും അതിന് പ്രത്യേകതരമായിട്ടുള്ള, അതിന് ഒരേ സ്ഥലത്തു നിന്ന് വരുന്ന അക്ഷരങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് പ്രത്യേകമായിട്ടുള്ള സിഫത്തുകൾ ഉണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എയറിനെ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഹംസ ആണ്, ജഹർ എയർ പോകാത്തതാണ്. അതുപോലെ ശബ്ദം പുറത്തേക്ക് പോകുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഷിദ്ദ, റഖവ, ബൈനിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സൗണ്ടിന്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഇസ്തിഅലാവും ഇസ്തിഫാലും ഉണ്ട്. ഇനി സൗണ്ടിന്റെ ആ ഒരു കംപ്രഷൻ അഥവാ സൗണ്ട് അവിടെ തടസ്സപ്പെട്ട് നിൽക്കുന്നതിനെ നോക്കുകയാണെങ്കിൽ, കുടുങ്ങി കിടക്കുന്ന പോലെ നിൽക്കുകയാണെങ്കിൽ അത് ഇത്ബാഖും ഇൻഫിതാഹാണ് നമ്മൾ പറഞ്ഞു. അതുപോലെ ചില അക്ഷരങ്ങൾക്ക് മാത്രം ചില സ്പെഷ്യൽ ആയിട്ടുള്ള സിഫത്തുകൾ ഉണ്ട്. അതിൽ പെട്ടതാണ് ഒന്ന് കൽക്കല, മറ്റൊന്ന് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തു. ചുരുങ്ങിയ രൂപത്തിൽ ഇതുവരെ നമ്മൾ പറഞ്ഞെന്ന് മാത്രം. വിശദമായിട്ടുള്ള
കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കേൾക്കാത്തവര് ആ ക്ലാസ്സുകൾ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു തആല ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നാവിന്റെ അടുത്ത ഭാഗം അഥവാ അൽ ലിസാൻ എന്ന വീട്ടിലെ 4ാമത്തെ ഫ്ലോറിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽ ലിസാൻ എന്ന വീട്ടില് നമ്മൾ പറഞ്ഞു വലിയ വീടാണ്, 4 ഫ്ലോർ ഉണ്ട്. ഓക്കെ, 4 ഫ്ലോർ ഉണ്ട്. 4 ഫ്ലോറിലായിട്ട് 10 റൂം ഉണ്ട്. 10 റൂമെന്ന് 18 അക്ഷരങ്ങൾ വരുന്നുണ്ട് എന്ന് നമ്മൾ എന്താണ് അൽ ലിസാനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അതില് ഒരു ഫ്ലോർ എന്താണ് സൈഡിലുള്ള 2 ഫ്ലോർ ആണ്, നാവിന്റെ 2 സൈഡ്സ് ആണ്. അപ്പൊ അതില് 3 ഫ്ലോർ നമ്മൾ കവർ ചെയ്തു. ഏതൊക്കെയാണത്? അഖ്സൽ ലിസാൻ, വസഖുൽ ലിസാൻ, ഹാഫത്തുൽ ലിസാൻ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഫ്ലോർ ആണെന്ത്? ത്വറഫുൽ ലിസാൻ അഥവാ നാവിന്റെ അറ്റം അല്ലെങ്കിൽ എൻഡ്. നാവിന്റെ ഏറ്റവും അറ്റം അതല്ലെങ്കിൽ എൻഡ്, ത്വറഫ് എന്ന് പറഞ്ഞാൽ ടിപ്പ് ഓഫ് ദ ടങ് എന്ന് പറയും. അതായത് ഏറ്റവും അറ്റാണോ? അല്ല, ഏറ്റവും അറ്റം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ആ ഒരു പോർഷൻ, നാവിന്റെ അറ്റം വരുന്ന ആ ഒരു പോർഷൻ ആണ് എന്ത്? ത്വറഫുൽ ലിസാൻ. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ നാവെങ്കിൽ ഒരു ഇത്രയും ഭാഗം, ഈ ഒരു ഭാഗം എന്താണ്? ത്വറഫുൽ ലിസാൻ ആയിട്ട് കണക്കാക്കും. ഓക്കെ, ബറകല്ലാഹു ഫീക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ത്വറഫുൽ ലിസാനെ കുറിച്ച് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ്. ഈ ത്വറഫുൽ ലിസാനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, നാവ് എന്നുള്ളത് തന്നെ ഒരു വലിയ വീടാണ് ലിസാൻ എന്നുള്ളത്. അതിൽ നിന്ന് 4 ഭാഗങ്ങളും അതുപോലെ തന്നെ 10 പ്രത്യേകമായിട്ടുള്ള മഖ്റജുകളും 18 അക്ഷരങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ അക്ഷരം വരുന്ന ഒരു ഭാഗമാണ് എന്ത്? ത്വറഫുൽ ലിസാൻ. നാവിന്റെ അറ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു സ്പേസ് ആണ്, പക്ഷെ ഈ അറ്റം പോയിട്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ഈ വ്യത്യസ്തമായ അക്ഷരങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് എന്ത് ഇത്രയും അക്ഷരങ്ങളും ഇത്രയും സ്ഥലങ്ങളും ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പം നാവിന്റെ അറ്റം അഥവാ ത്വറഫുൽ ലിസാനിൽ നിന്നും 5 സ്ഥലങ്ങളിൽ നിന്നായിട്ട് 10 അക്ഷരങ്ങളാണ് വരുന്നത്. ഓക്കെ, 5 സ്ഥലങ്ങളിൽ നിന്നായിട്ട് 10 അക്ഷരങ്ങളാണ് വരുന്നത്. ഏതൊക്കെയാണ് അക്ഷരങ്ങള്? നൂൻ, റാ, പിന്നെയുള്ള 3 ഗ്രൂപ്പുകളായിട്ട് 9 അക്ഷരങ്ങളാണ് ഒരുമിച്ച് വരുന്നത്. അഥവാ ഖ, ദാൽ, ത, സ്വാദ്, സീൻ, സ, വ, ദ. ഇങ്ങനെ 9 അക്ഷരങ്ങൾ 3 സ്ഥലങ്ങളിലായിട്ട് 3 ഗ്രൂപ്പായിട്ട് വരുന്നുണ്ട്. നൂൻ, റാ രണ്ടും സെപ്പറേറ്റ് ആയിട്ട്. അങ്ങനെ 5 സ്ഥലങ്ങളിലായിട്ട് 10 അക്ഷരങ്ങളാണ് എന്ത്? ത്വറഫുൽ ലിസാനിൽ നിന്ന് വരുന്നത്. ടെൻഷൻ ആവേണ്ടതില്ല, ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോന്നും പഠിക്കും, എന്തായിക്കോളും, അത് റെഡി ആയിക്കോളും. അപ്പൊ അതില് ആദ്യത്തെ ഭാഗം അഥവാ ആദ്യത്തെ അക്ഷരം ഏതാണ്? ലെറ്റർ നൂൻ. നൂനിന്റെ മഖ്റജ് എന്താണ്? നമ്മുടെ നാവിന്റെ അറ്റം അഥവാ ത്വറഫുൽ ലിസാൻ എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? മുന്നിലുള്ള 2 പല്ല്. ഓക്കെ, മുന്നിലുള്ള 2 പല്ലിന്റെ ആ ഒരു ഗംസിൽ അഥവാ ഗം ലൈൻ എന്ന് പറയുമ്പോൾ പല്ല് തുടങ്ങുന്ന ആ ഒരു മോണയുടെ ഭാഗം, ആ ഭാഗത്തേക്കാണ് എന്താവുന്നത്? നമ്മുടെ നാവിന്റെ അറ്റം ടച്ച് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുവരെ നമ്മൾ പറഞ്ഞ അക്ഷരങ്ങളിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം നൂനിന് കാണാൻ പറ്റും. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ, അഥവാ ബാക്കിയുള്ള അക്ഷരങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മുന്നേ പഠിച്ച ലെറ്റേഴ്സിന്റെ ഇതിലേക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് ലാമിന്റെ മഖ്റജാണ്. ഇവിടെ നമ്മൾ മഖ്റജ് കാണുമ്പോൾ എന്താണ്? ഈ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ ഓപ്പൺ ആയിട്ട് അതല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഒക്കെ എന്താണ്? ക്ലോസ് ആണ്. ഓക്കെ, എന്നാൽ നൂനിലേക്ക് വരുമ്പം എന്താണ്? ഇവിടെ കൂടെ എന്തായിട്ടുണ്ട്? ഓപ്പൺ ആയിട്ടുണ്ട്. ആ ഒരു സൗണ്ട് പുറത്തേക്ക് വരുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് വരുന്നത്. അഥവാ മൂക്കിൽ നിന്ന് കൂടെയുള്ള സൗണ്ട് എന്താവുന്നുണ്ട്? നൂന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാവിന്റെ അറ്റം ഇപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, നാവിന്റെ അറ്റം എന്തായിട്ടുണ്ട്? ഇവിടെ കംപ്ലീറ്റ്ലി ടച്ച് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പൊ സൗണ്ട് പുറത്തേക്ക് വരുന്നത് ഏതിലൂടെയാണ്? നമ്മുടെ മൂക്കിലൂടെ കൂടെയാണ്. അഥവാ മൂക്ക് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരിക്കലും നൂൻ എന്താക്കാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഇതുപോലെ വേറൊരു അക്ഷരം കൂടെ ഉണ്ട്, അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഒരു സന്ദർഭത്തിൽ പഠിക്കുന്നതായിരിക്കും. മൂക്കിന്റെ സൗണ്ട് കൂടെ വരേണ്ട അക്ഷരം. അപ്പം
നൂനിന്റെ മഖ്റജ് എന്താണ്? നാവിന്റെ അറ്റം മുകളിലെ മുൻപല്ലിന്റെ ആ ഒരു ഗംസിൽ അഥവാ ആ ഒരു മോണയുടെ ഭാഗത്ത്, പല്ല് തുടങ്ങുന്ന ആ ഒരു ഭാഗത്ത്. ഏകദേശം പറയുകയാണെങ്കിൽ നമ്മൾ ലാമ് പറയുമ്പോൾ നമ്മൾ നാവ് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അതേ സ്ഥലം തന്നെയാണ്. പക്ഷെ ലാമ് പറയുമ്പോൾ എന്താണ്? ഏകദേശം 8 പല്ലിന്റെ ബാക്ക് സൈഡ് എന്താകുന്നുണ്ട്? ലാമ് പറയുമ്പോൾ ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ നൂന് പറയുമ്പോൾ എന്താണ്? ജസ്റ്റ് ആ ഒരു കുറച്ച് ഭാഗം നാവിന്റെ ടിപ്പ് മാത്രമാണ് ടച്ച് ചെയ്യുന്നത്. ലാമ് പറയുമ്പോൾ ഏകദേശം ആ ഒരു ചുറ്റിലുള്ള മുന്നിലുള്ള വശം ടച്ച് ചെയ്യും. നൂന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു ചെറിയൊരു സ്പേസ് മാത്രമേ എന്താവുള്ളൂ അവിടെ ടച്ച് ചെയ്യുള്ളൂ. കുറെ കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. നമ്മൾ സാധാരണ നാ പറയുന്നത് പോലെ തന്നെയാണ്. അതൊന്നുകൂടെ ശ്രദ്ധിച്ചാൽ മതിയാകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നൂന് പറയുമ്പോൾ എന്താണ്? മൂക്കിൽ നിന്നുള്ള സൗണ്ട് കൂടെ വരണം. ഈ ഒരു സൗണ്ടിന് പറയുന്ന പേരാണ് ഗുന്ന, അൽ ഗുന്ന, അഥവാ മൂക്കിൽ നിന്നുകൂടെ സൗണ്ട് വരുന്ന ഇതിന് പറയുന്ന പേരാണ് അൽ ഗുന്ന. ഓക്കെ, അഥവാ നൂന് എന്നുള്ള അക്ഷരം. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ ഈ ഏറോ മാർക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. സൗണ്ട് ഇതിലൂടെ വരുന്നു, പക്ഷെ ഇവിടെ എന്താവാണ്? ബ്ലോക്ക് ആവാണ്, പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ സൗണ്ട് എന്താ ചെയ്യുന്നത്? ഈ ഒരു ഭാഗത്തോട് കൂടി പോവാണ്. ബാക്കിയുള്ള അക്ഷരങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ക്ലോസ് ആയിരിക്കും, അവിടെ ഓപ്പൺ ആയിരിക്കില്ല. ഓക്കെ, നമ്മൾ ബാക്കിയുള്ള അക്ഷരം പറയുമ്പോൾ ഇവിടെ ഓപ്പൺ ആയാല് ആണ് നമ്മൾ ചില ആൾക്കാർ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ അക്ഷരങ്ങളും പറയുമ്പോൾ മൂക്ക് ഉപയോഗിച്ചിട്ട് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് ഓതുന്നത് കൊണ്ടാണ്. അപ്പൊ അത് നമ്മൾ എന്താക്കണം? ശ്രദ്ധിക്കണം. നമ്മുടെ വായയുടെ കൺട്രോൾ അഥവാ മൂവ്മെന്റ് നമ്മുടെ കയ്യിൽ കിട്ടണം, നമ്മൾ ഓരോ ലെറ്റേഴ്സ് പറയുമ്പോൾ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഓരോന്നും പഠിക്കുന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെയാ കിട്ടുക? അതൊക്കെ ഉള്ളിൽ നടക്കുന്നതല്ലേ നമ്മൾ വിചാരിക്കും. പക്ഷെ അത് കിട്ടും. അതിനെന്ത് വേണം? അതിൻ്റെതായ പ്രാക്ടീസ് വേണം. അല്ലാതെ നമുക്ക് എളുപ്പമാക്കി തരട്ടെ. അപ്പൊ നൂന് പറയുമ്പോൾ മൂക്കിലുള്ള ഈ ഒരു സൗണ്ട് കൂടെ യൂസ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് അൽ ഗുന്ന. ഓക്കെ, അപ്പൊ നമുക്കിനി ഫസ്റ്റ് മുതൽ, നമ്മൾ ആദ്യം മുതൽ അക്ഷരങ്ങൾ പറയുമ്പോൾ നോക്കിയതുപോലെ നമുക്ക് എന്തൊക്കെ നൂനിനുള്ള സിഫത്തുകൾ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഹംസ് ജഹർ അഥവാ എയർ പുറത്തേക്ക് പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് സുക്കൂന് കൊടുക്കുക, ഫത്ഹ ഇട്ടിട്ട് പറഞ്ഞു നോക്കുക. അൻ അൻ സൗണ്ട്, എയർ പുറത്തേക്ക് വരുന്നില്ല. സ്വാഭാവികമായിട്ടും നൂൻ എന്തിന്റെ ലെറ്ററാണ്? ജഹറിന്റെ അക്ഷരമാണ്. കാറ്റ് പുറത്തേക്ക് പോകാത്ത അക്ഷരമാണ്. നമ്മൾ പറയുമ്പോൾ കാറ്റ് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന നൂൻ എന്തായിട്ടില്ല? റെഡി ആയിട്ടില്ല. കാരണം എന്താ? കാറ്റ് പുറത്തു പോകാൻ അവിടെ മഖ്റജ് അടഞ്ഞിട്ടാണുള്ളത്. അപ്പൊ പുറത്തു പോകാനുള്ള സ്പേസ് ഇല്ല. ഇനി സൗണ്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എന്താണ്? സൗണ്ട് പുറത്തേക്ക് പോകുന്നുണ്ടോ? അൻ സൗണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ എന്തല്ല, ആ ഒരു ഫ്ലോ ആയിട്ടല്ല പോകുന്നത്. കാരണം എന്താണ് സംഭവിക്കുന്നത്? നൂന് പുറത്തേക്ക് പോകാന് നോർമലി പുറത്തേക്ക് പോകാനുള്ള സ്പേസ് എന്തില്ല, അവിടെ അടഞ്ഞിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് വേറെ വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ്? ബൈനിയാണ്, അഥവാ കംപ്ലീറ്റ്ലി മഖ്റജ് ഓപ്പൺ ആയിട്ട് സൗണ്ട് പുറത്തേക്ക് പോകുന്നുമില്ല, എന്നാൽ മഖ്റജ് കംപ്ലീറ്റ്ലി ക്ലോസ് ആയിട്ട് സൗണ്ട് പുറത്തേക്ക് പോകാതിരിക്കണമില്ല. രണ്ടിന്റെയും നടുവിലാണ്, അഥവാ ബൈനിയ അതല്ലെങ്കിൽ തവസ്സുത്ത് എന്ന് പറയും. സൗണ്ട് മോഡറേറ്റ് ആയിട്ട് മിഡിലായിട്ടാണ് നൂനിന്റെ സൗണ്ട് പുറത്തേക്ക് പോകുന്നത്. ഇനി ഇസ്തിഅലാണോ ഇസ്തിഫാലാണോ, അതിൽ നമുക്ക് സംശയമൊന്നുമില്ല അല്ലെ. നൂന് ലൈറ്റ് ലെറ്റർ തന്നെയാണ്, താഴത്തിൽ പറയേണ്ട അക്ഷരം തന്നെയാണ്. അതുപോലെ തന്നെ ഇത്ബാഖാണോ ഇൻഫിതാഹാണോ, അവിടെയും നമുക്കറിയാം ആ ഒരു കുടുസത ഒന്നും ഫീൽ ചെയ്യണില്ല. നൂന് പറയുമ്പോൾ നമുക്ക് നോർമലായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഫിതാഹാണ്. ഇനി നൂനിന് എന്തെങ്കിലും സ്പെഷ്യൽ സിഫ ഉണ്ടോ? അതാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള അൽ ഗുന്ന, അഥവാ നൂന് അതുപോലെ തന്നെ മീമിനും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിഫയാണ് അൽ ഗുന്ന, അഥവാ മൂക്കിലൂടെ കൂടെ പോകുന്ന ആ ഒരു സൗണ്ട്, അതിനാണ് ഗുന്ന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നൂനിന്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇവിടെ നൂനിന്റെ സിഫത്തുകളാണ്, അഥവാ എയർ പുറത്തു പോകുന്നില്ല, ജഹറാണ്, സൗണ്ട് എന്താണ്? തവസ്സുത്താണ്, ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഇസ്തിഫാലാണ്, കംപ്രഷൻ നോക്കുകയാണെങ്കിൽ ഇൻഫിതാഹാണ്, സ്പെഷ്യൽ സിഫ നോക്കുകയാണെങ്കിൽ ഗുന്നാണ്. അപ്പൊ ഇത്രയാണ് നൂൻ എന്നുള്ള അക്ഷരത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അടുത്തതായിട്ട് ലെറ്റർ റോ. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പം ഫോളോ ചെയ്യുന്നത് ഇമാം ഇബ്നുൽ ജസരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരമുള്ള രീതിയിലാണ് നമ്മൾ എന്താക്കുന്നത്, ഈ ഒരു പഠിക്കുന്നത്. അഥവാ ഏറ്റവും പ്രബലമായ, ഇപ്പം കൂടുതൽ ആൾക്കാരും ഫോളോ ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് അദ്ദേഹത്തിൻ്റെത്. എന്നാൽ മറ്റ് പണ്ഡിതന്മാരുടെ ഇടയിൽ
ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഥവാ നൂൻ ലാം റ ഒക്കെ ഒരേ സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. കാരണം ഏകദേശം അടുത്തടുത്ത സ്ഥലങ്ങളിൽ നിന്ന് തന്നെയാണ് എന്ത് ഈ മൂന്നക്ഷരങ്ങളും വരുന്നത്. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഏകദേശം അടുത്തടുത്ത സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. എന്നാൽ ചെറിയ പോയിന്റ് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അതിനെന്താക്കിയിട്ടുള്ളത്, വ്യത്യസ്തമായ സ്ഥലങ്ങളാക്കിയിട്ടുള്ളത്. നമ്മൾ ഒരുമിച്ച് പറയുകയാണെങ്കിൽ ലാം നൂൻ റോ. ലാം പറയുമ്പോൾ ഏറ്റവും കുറച്ച് മുന്നിലുള്ള ഭാഗമാണ്. നൂന് പറയുമ്പോൾ അതിന്റെ കുറച്ച് പിന്നിലാവുന്നുണ്ട്. റോ പറയുമ്പോൾ അതിനേക്കാളും കുറച്ച് പിന്നിലാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ. എന്നാൽ അത് ഒരുപാടുണ്ടോ? ഒരുപാടില്ല. അത് ജസ്റ്റ് ലാ നാ റോ, ലാ നാ റോ, അത് ഒന്നിച്ച് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ മൈന്യൂട്ട് ആയ ഒരു ഡിഫറൻസ് ആണ് ഈ മൂന്ന് ലെറ്റേഴ്സും തമ്മിലുള്ളത്. എന്നാൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഓക്കെ. അപ്പൊ പിന്നെ റോ പറയുമ്പോൾ മഖ്റജിലേക്ക് കടക്കുന്നതിന് മുമ്പ് റോ എന്നുള്ള സൗണ്ട് കറക്റ്റ് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ അർ എന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ കളിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ആ ഒരു സൗണ്ട് എവിടെ നിന്നാണോ നമ്മുടെ നാവ് എവിടെ വെക്കുമ്പോഴാണോ വരുന്നത്, അതാണ് റോന്റെ എക്സാക്ട് മഖ്റജ്. അർ എന്നുള്ള സൗണ്ട് എവിടെ, നമ്മുടെ നാവ് എവിടെയാണ് നമ്മൾ വെക്കുന്നത്, നാവിനെ എങ്ങനെ എവിടെ വെക്കുമ്പോഴാണ് ആ സൗണ്ട് വരുന്നത്, അതാണ് റോയുടെ കറക്റ്റ് മഖ്റജ്. നമ്മൾ എന്തിനു ശ്രദ്ധിച്ചാൽ മതി? ആ ഒരു അർ എന്നുള്ളത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ മതി. അഥവാ അത്രക്കങ്ങ് അർ എന്ന് വരരുത് എന്ന് മാത്രം. ജസ്റ്റ് ഒരു റ അത്ര ഉണ്ടാവുന്നുള്ളൂ. ജസ്റ്റ് അവിടെ പോയിട്ട് ടച്ച് ചെയ്യുക, എന്നിട്ട് വരാം. അതല്ലാതെ അവിടെ തന്നെ വെക്കരുത്. എന്നാ തീരെ തട്ടാതിരുന്ന എന്താവും? നമ്മൾ മലയാളത്തിൽ ഴ പറയുന്നത് പോലെ ഴായുമല്ല റായുമല്ല, രണ്ടിന്റെ നടുവിൽ വെച്ച് റോ ചെയ്യുന്നത് നമ്മുടെ നാവിന്റെ അറ്റം അഥവാ തൊറഫുൽ ലിസാൻ. അതെവിടെയാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൂനിന്റെ മഖ്റജ് എവിടെയാണോ ആ ഒരു ഭാഗത്ത് തന്നെയാണ്. എന്നാൽ എന്താണ്, കുറച്ച് നൂനിനേക്കാളും കുറച്ച് പിന്നിലാണ് എന്നുള്ളതാണ് എന്ത് റോയുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്. പ്രത്യേകം മനസ്സിലാക്കാൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ആ ഒരു അർ എന്നുള്ള ആ ഒരു എന്നുള്ള സൗണ്ട് എവിടെ നിന്നാണോ വരുന്നത് അവിടെ നമ്മൾ ടച്ച് ചെയ്താൽ മതിയാകും. അതാണ് റോയുടെ മഖ്റജ്. ഓക്കെ. അപ്പൊ ഇതില് റോയുടെ കാര്യത്തിൽ നമ്മളിപ്പോ ഒരു എന്നുള്ള സൗണ്ടിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആ ഒരു സൗണ്ടിന് പറയുന്ന പേരാണ് അത്തക്റാർ എന്നുള്ളത്, അഥവാ റിപ്പിറ്റേഷൻ. എന്താ സംഭവിക്കുന്നത്? നാവ് അവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ എന്നുള്ളൊരു ആ ഒരു ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന അതിനാണ് അത്തക്റാർ അല്ലെങ്കിൽ അത്തക്രീർ എന്ന് പറയാ. ഓക്കെ. ഇപ്പൊ റോനെ സംബന്ധിച്ച് ഈ സിഫ റോന്റെ കൂടെ ഉള്ളതാണ്. നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? അത് അധികമാവാതെ ശ്രദ്ധിക്കണം. അർ-റഹ്മാനി റഹീം എന്ന് ഓതരുത്. എന്നാ അർ-റഹ്മാനി റഹീം എന്ന് പറഞ്ഞിട്ട് റ പറയാതെ ആവരുത്. രണ്ടിന്റെ ഇടയിലായിട്ട് അർ-റഹ്മാനി റഹീം ഓക്കെ, ആ രീതിയിലായിരിക്കണം റ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നൂനും ലാമും പറഞ്ഞതിൽ നിന്നും റോയുടെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം ഉള്ളത് എന്താന്ന് വെച്ചാല്, അഥവാ നൂനും ലാമും പറഞ്ഞപ്പോൾ നമ്മുടെ നാവിന്റെ അറ്റം എന്താവുന്നുണ്ട്? കംപ്ലീറ്റ്ലി ആ ഒരു മുൻഭാഗം കംപ്ലീറ്റ്ലി പോയിട്ട് മുകളിൽ ടച്ച് ചെയ്തിട്ട് അവിടെ കംപ്ലീറ്റ് ക്ലോസ് ആവുന്നുണ്ട്. നൂനാണെങ്കിലും ലാം ആണെങ്കിലും. ലാമിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു മുൻഭാഗം കംപ്ലീറ്റ്ലി അവിടെ ടച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ സൈഡിലോട്ടാണ് സൗണ്ട് വരുന്നത്. അതിനാണ് ഇൻഹിറാഫ് എന്ന് പറയാന്നൊക്കെ നമ്മൾ ലാമിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ റോയില് വ്യത്യാസം എന്താന്ന് വെച്ചാല്, റോ മുകളിലേക്ക് ടച്ച് ചെയ്യും, പക്ഷെ എന്താവില്ല, കംപ്ലീറ്റ്ലി അവിടെ ടച്ച് ആവില്ല. ചെറിയൊരു പോർഷൻ, നാവിന്റെ ഫ്രണ്ടിലുള്ള ചെറിയൊരു പോർഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്പേസ് എന്തായിരിക്കും, അവിടെ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലൂടെയാണ് എന്ത് വരുന്നത്? സൗണ്ട് പുറത്തേക്ക് വരുന്നത്. ഓക്കെ. അഥവാ ലാമിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ്ലി ടച്ച് ചെയ്യും, അതുകൊണ്ട് തന്നെ സൈഡിലൂടെയാണ് സൗണ്ട് പുറത്തു വരാം. എന്നാൽ റോയുടെ കാര്യത്തില് ഈ ഭാഗങ്ങളൊക്കെ എന്താവും? ടച്ച് ചെയ്യും. എന്നാൽ ഈ നടുവിലുള്ള ഈ ഏറോ മാർക്ക് വരുന്ന ഈ നടുവിലുള്ള ചെറിയൊരു സ്പേസ് എന്തായിരിക്കും? അവിടെ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഒരു സ്പേസിൽ നിന്നാണ് എന്ത് വരുന്നത്? റോ പറയുമ്പോൾ സൗണ്ട് പുറത്തേക്ക് വരാം. ഓക്കെ. അതാണ് റോയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ.
ഈ ഒരു ഏറോ മാർക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നാവ് ടച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താവുന്നുണ്ട്, ചെറിയൊരു സ്പേസ് ഉണ്ടാവും. അതിലൂടെയാണ് റോ പറയുമ്പോൾ സൗണ്ട് പുറത്തേക്ക് വരാം. ഓക്കെ, ഇപ്പൊ നമ്മള് മറ്റുള്ള അക്ഷരങ്ങൾ പറഞ്ഞതുപോലെ നോക്കുകയാണെങ്കിൽ റോ, എന്ന് പറയുമ്പോൾ എന്തില്ല, ഏറോ വരുന്നില്ല. അതുകൊണ്ട് തന്നെ റോയും എന്താണ്, നൂനെ പോലെ തന്നെ ജഹറിന്റെ ലെറ്റർ ആണ്. സൗണ്ടിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, കംപ്ലീറ്റ്ലി ഫ്ലോ അല്ല, എന്നാ അവിടെ പിടിച്ചു വെക്കൊന്നുമില്ല. എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ ആ ഒരു നാരോ സ്പേസിലൂടെ, ചെറിയ സ്പേസിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, നൂനെ പോലെ തന്നെ ബൈനിയയുടെ ലെറ്റർ ആണ്, അഥവാ തവസ്സുത്തിന്റെ അക്ഷരമാണ് റോ. ഇനി ഇസ്തിഅല, ഇസ്തിഫാല് നോക്കുകയാണെങ്കിൽ റോ പൊതുവെ ഇസ്തിഫാലിന്റെ അക്ഷരമാണ്. ഓക്കെ, ഇസ്തിഅല അഥവാ ഉയർത്തി പറയാൻ നമ്മൾ 7 അക്ഷരങ്ങളാണ് എപ്പോഴും ഉയർത്തി പറയുന്ന അക്ഷരങ്ങളിൽ കണക്കാക്കുന്നത്. അതിനാണ് ഇസ്തിഅലന്റെ അക്ഷരം എന്ന് നമ്മൾ പറയാം. റോ എന്നുള്ള അക്ഷരത്തെ സംബന്ധിച്ച് അത് ചില സമയത്ത് എന്തായിരിക്കും, ഉയർത്തി പറയണം, ചില സമയത്ത് താഴ്ത്തി പറയണം എന്നുള്ള കണ്ടീഷൻ വരുന്നുണ്ട്, നമ്മൾ ലാമിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ. എന്നാ റോനെ നോർമലി നമ്മൾ കണക്കാക്കുമ്പോൾ എന്താണ്, റോ ഇസ്തിഫാലിന്റെ അക്ഷരാണ്. എന്നാ റോ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, റോനെ ഉയർത്തും. അഥവാ അക്ഷരം ഇസ്തിഫാലിന്റെ അക്ഷരാണെങ്കിലും ചില സന്ദർഭത്തിൽ റോനെ ഉയർത്തി പറയേണ്ടതുണ്ട്. ആ സന്ദർഭത്തിൽ എന്താവും, ഉയരും. ഓക്കെ, അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ നോർമലി നോക്കുകയാണെങ്കിൽ സൗണ്ടിന്റെ ഡയറക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ റോ എന്താണ്, ഇസ്തിഫാലിന്റെ അക്ഷരമാണ്, ലൈറ്റ് ലെറ്റർ ആണ്. അതുപോലെ തന്നെ ഇത്ബാഖാണോ ഇൻഫിത്താഹാണോ സംശയമൊന്നുമില്ല, ഇൻഫിത്താഹ് തന്നെയാണ്. ഇനി റാക്ക് എന്തെങ്കിലും സ്പെഷ്യൽ സിഫ ഉണ്ടോ എന്ന് ചോദിച്ചാൽ റാനെ സംബന്ധിച്ച് ബാക്കിയുള്ള അക്ഷരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി റാക്ക് എന്തുണ്ട്, 2 സ്പെഷ്യൽ സിഫ ഉണ്ട്. ഓക്കെ, ബാക്കി എല്ലാ അക്ഷരങ്ങൾക്കും ഒരു സ്പെഷ്യൽ സിഫയാണ്. എന്നാൽ റാനെ സംബന്ധിച്ച് റാക്ക് എന്തുണ്ട്, 2 സ്പെഷ്യൽ ആയിട്ടുള്ള സിഫ ഉണ്ട്. ഒന്ന് അൽ ഇൻഹിറാഫ്, നമ്മൾ തൊട്ടുമുമ്പ് ലാമിന്റെ കാര്യത്തിൽ പറഞ്ഞതാണ്. അഥവാ സൗണ്ടിൽ എന്താ, പുറത്തേക്ക് പോകാൻ സ്ഥലമില്ല, ഇതിലൂടെ സൈഡിൽ അഥവാ ആ ഫ്രണ്ടിലുള്ള ചെറിയൊരു നാരോ സ്പേസിലൂടെയാണ് സൗണ്ട് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് അൽ ഇൻഹിറാഫ് എന്ന് പറയുന്നത്. അഥവാ ഇത്രയും വിശാലമായി വന്നിട്ട് എന്താണ്, ആ നടുവിലൂടെ മാത്രമാണ് സൗണ്ട് പുറത്തു പോകുന്നത്. മറ്റൊന്ന് എന്താണ്, അത്തക്രീർ അല്ലെങ്കിൽ അത്തിക്രാർ എന്ന് പറയും. ഈ ഒരു സിഫയാണ്. ഇതെന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു റിപ്പീറ്റേഷൻ സൗണ്ട് ആണ് ആ നാവ് അവിടെ ടച്ച് ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, തെക്രാറ് എന്താവരുത്, റോയുടെ കാര്യത്തിൽ അധികമാവാതെ നമ്മൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അപ്പൊ എത്രയാണ് റോയുടെ കാര്യത്തിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ റോന്റെ ഹെവിനെസ്സും ലൈറ്റ്നെസ്സും, അഥവാ റോ ഉയർത്തി പറയുമ്പോൾ ഈ രീതിയിലാണ് ഉണ്ടാവുക. അഥവാ നാവിന്റെ ബാക്ക് സൈഡ് എന്തായിരിക്കും, അവിടെ ഉയർന്നിട്ടുണ്ടാവും. അതാണ് വ്യത്യാസം ഉണ്ടാവുക. ഓക്കെ, നാവിന്റെ ബാക്ക് സൈഡ് ഉയർന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം, എപ്പിഗ്ലോട്ടിസിന്റെ ഭാഗം എന്താവും, ബാക്കോട്ടേക്ക് പോകും. നമ്മൾ മുന്നേ എല്ലാ ഉയർത്തി പറയുന്ന അക്ഷരങ്ങളുടെ കാര്യത്തിലും പറഞ്ഞ കാര്യമാണ്. അതല്ലാതെ മഹ്റജിലൊന്നും എന്തില്ല, മാറ്റമൊന്നുമില്ല. ലാമ പറഞ്ഞതുപോലെ തന്നെ മഹ്റജിലൊന്നും മാറ്റം ഉണ്ടാവില്ല. ലൈറ്റ് ആയിട്ടുള്ള റോ പറയുമ്പോൾ എന്തായിരിക്കും, നാവിന്റെ ബാക്ക് സൈഡ് ഉയരൂല, ഇവിടെ നല്ല സ്പേസ് ഉണ്ടാവും. അതാണ് റോ മുഫഖമയും റോ മുറക്കയും, അഥവാ ഹെവി ആയിട്ട് പറയേണ്ട റോയും ലൈറ്റ് ആയിട്ട് പറയേണ്ട റോയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, സിഫത്തുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയറിന്റെ നോക്കുകയാണെങ്കിൽ ജഹറാണ്, എയർ പുറത്തു പോയില്ല. സൗണ്ട് ആണെങ്കിൽ മോഡറേറ്റ് ആണ്, അഥവാ മിഡിലാണ്, രണ്ടിന്റെയും നടുവിലാണ്, തവസ്സുത്താണ് അല്ലെങ്കിൽ ബൈനിയ എന്ന് പറയും. ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ കൊടുത്തത് മാറിപ്പോയിട്ടുണ്ട്, ഇസ്തിഫാലാണ് ഡയറക്ഷൻ ഓഫ് ദ സൗണ്ട്. അതുപോലെ തന്നെ കംപ്രഷൻ നോക്കുകയാണെങ്കിൽ റോ എന്താണ്, ഇൻഫിത്താഹ് ആണ്. ഓക്കെ, അഥവാ ഓപ്പൺ ആയിട്ട് പറയുന്ന ലെറ്റർ ആണ്. സ്പെഷ്യൽ സിഫ നോക്കുകയാണെങ്കിൽ റോക്ക് എന്തുണ്ട്, ഇൻഹിറാഫും ഗുന്നയും ഉണ്ട്. അപ്പൊ ഇത്രയാണ് നൂൻ, റ എന്നീ അക്ഷരങ്ങളുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കി, നാവിൽ നിന്നും 4 ഭാഗങ്ങളാണ് വരുന്നത്. ലിസാൻ എന്നുള്ള വീട്ടിൽ 4 ഫ്ലോർ ഉണ്ട്. അഖ്സ ലിസാൻ, വസത്തുൽ ലിസാൻ, ഹാഫത്തുൽ ലിസാൻ, തറഫുൽ ലിസാൻ. അതിൽ അഖ്സ ലിസാനിൽ നിന്നും ഖാഫും കാഫും വരുന്നുണ്ട്. 2 ഭാഗങ്ങളിലായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ വസത്തുൽ ലിസാൻ ജീം ഷീൻ യ, ഒരു ഭാഗത്തു നിന്നാണ് 3 ലെറ്ററും വരുന്നത്. ഹാഫത്തുൽ ലിസാൻ നിന്ന് ഖാദും ലാമും 2 സ്ഥലങ്ങളിലായിട്ടാണ് വരുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തറഫുൽ ലിസാൻ ആണ്. തറഫുൽ ലിസാൻ എന്ന് നമ്മൾ പറഞ്ഞു 10 അക്ഷരങ്ങളുണ്ട്, 5 സ്ഥലങ്ങളുണ്ട്. നൂൻ, റ, ത, ഖ, ദാൽ, സ, ള, ദാൽ, സ്വാദ്, സീൻ, സ. ഇങ്ങനെ
9 ലെറ്റേഴ്സ് 3 ഗ്രൂപ്പായിട്ടുണ്ട്. നൂന് റ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ 2 ലെറ്റേഴ്സ് അഥവാ നൂനും റായാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നൂന് നാവിന്റെ അറ്റം ആ മുകളിലുള്ള 2 മുൻപല്ലിന്റെ ആ ഒരു ബാക്ക് സൈഡിൽ ആ ഒരു ഗം ലൈൻസിൽ അഥവാ പറയുകയാണെങ്കിൽ ആ ഒരു മോണയുടെ ഭാഗത്താണ് ടച്ച് ചെയ്യുക. അതിന്റെ ഒപ്പം എന്ത് വേണം, മൂക്കിൽ നിന്നുള്ള സൗണ്ട് കൂടെ യൂസ് ചെയ്യും. ആ ഒരു ഇതിന് പറയുന്ന പേരാണ് ഗുന്ന എന്നുള്ളത്. നൂനിന്റെ ഒരു സ്പെഷ്യൽ സിഫയാണ് ഗുന്ന. ഗുന്ന ഇല്ലാതെ നൂന് നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഉച്ചരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് റോയാണ്. റോയ് എന്താണ്, തൊറഫുൽ ലിസാൻ എന്നാണ് നാവിന്റെ അറ്റം. അവിടെയാണ് ആ നൂന് വെച്ച ആ ഒരു സ്പേസിൽ തന്നെയാണ് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും എന്ന് മാത്രം. അവിടെ റോയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, നാവിന്റെ അറ്റത്തിന്റെ മിഡിൽ ഭാഗം. ഓക്കെ, നാവിന്റെ അറ്റത്തിന്റെ മിഡിൽ പോർഷനിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അവിടെ മുകളിൽ ടച്ച് ചെയ്യുന്നതിൽ അതിലൂടെയാണ് സൗണ്ട് പുറത്തു പോവുക. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് അൽ ഇൻഹിറാഫ്. അത് റോന്റെ ഒരു സ്പെഷ്യൽ സിഫയാണ്. അതുപോലെ തന്നെ റാക്കുള്ള മറ്റൊരു സ്പെഷ്യലാണ് അത്തിക്രാർ അല്ലെങ്കിൽ അത്തക്രീർ എന്നുള്ളത്. റോ എന്നുള്ള ലെറ്ററിനാണ് 2 സിഫ വരുന്നത്. പ്രത്യേക ശ്രദ്ധിക്കുമ്പോൾ തിക്രാർ അധികം ആവരുത്, റ ആവരുത്. എന്നാൽ എന്നുള്ള സൗണ്ട് എവിടെ നിന്നാണോ വരുന്നത് അവിടെ നിന്നാണ് റോ പറയേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ അക്ഷരങ്ങളുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദമായിട്ട് മറ്റുള്ള അക്ഷരങ്ങളിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലേക്ക് കടക്കാവുന്നതാണ്. അല്ലാഹു തആല പറഞ്ഞതിനേക്കാളും കേട്ടതിനേക്കാളും കൂടുതൽ നമുക്ക് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബറക്കല്ലാഹു ഫീക്കും. ജസാകുമുല്ലാഹു ഖൈറൻ. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين فاستغفروه إنه الغفور الرحيم. السلام عليكم ورحمة الله وبركاته.